അടികളും തിരിച്ചടികളുമായി പശ്ചിമേഷ്യ യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ യുദ്ധക്കൊതിയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഇസ്രായേൽ മേഖലയിലെ ജനജീവിതം ആകെ താറുമാറാക്കിയിരിക്കുകയാണ്. ഫലസ്തീനിൽ തുടങ്ങിയ ആക്രമണം സിറിയയിലേക്കും യമനിലേക്കും ലബനാനിലേക്കും ഒടുവിൽ ഇറാനിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. മരണക്കണക്കിൽ ദിനം പ്രതി അക്കങ്ങൾ കുതിച്ചു കയറുകയാണ്. ഇസ്രായേലിന് പൂട്ടിയിടേണ്ട രാജ്യങ്ങൾ സകല പിന്തുണയുമായി എത്തുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്, വേദനാജനകമാണ്. പശ്ചിമേഷ്യയിൽ ബൈഡൻ ഭരണകൂടം പൂർണ്ണ പരാജയമാണെന്ന പ്രതികരണവുമായി റഷ്യ രംഗത്ത് വന്നിരുന്നു. ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലായെത്തി ഇസ്രായേൽ തുടരുന്ന വംശഹത്യ അവസാനിപ്പിക്കുക തന്നെ വേണം. ലബനാനിൽ കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മേഖലയിൽ യുദ്ധഭീതി കനത്തോടെ ലബനാൻ, ഇസ്രായേൽ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. പല രാജ്യങ്ങളുടെയും വിമാന സർവീസുകളും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതോടെ അവരുടെ സാമ്പത്തിക സാമൂഹിക ജീവിതം തന്നെയാണ് ഇല്ലാതാകുന്നത്. പലർക്കും തങ്ങളുടെ സമ്പാദ്യവും ജോലിയുമെല്ലാം ഉപേക്ഷിച്ചാണ് മടങ്ങി വരേണ്ടി വരിക. ഇത് കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഗസയ്ക്ക് പിന്നാലെ ലബനാനെതിരെ ആക്രമണം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേരാണ് ഏറ്റവും അവസാനമായി കൊല്ലപ്പെട്ടത്. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ബോംബാക്രമണം ഉണ്ടായത്. ബെയ്റൂത്തിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. സെൻട്രൽ ബെയ്റൂത്തിലെ ബൗച്ചറക്ക് സമീപത്തെ പാർലമെന്റിന് സമീപമുള്ള ഒരു കെട്ടിടത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ഉണ്ടായത്. വൻ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി റോയിറ്റേഴ്സ് മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട ദഹിയയുടെ തെക്കൻ പ്രാന്തപ്രദേശത്ത് 3 മിസൈലുകൾ പതിച്ചതായും വലിയ സ്ഫോടനങ്ങൾ കേട്ടതായും ലബനാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിയിക്കുന്നുണ്ട്. തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ബുധനാഴ്ച 1 ഡസനിലധികം ആക്രമണങ്ങളും ഉണ്ടായി. തിരിച്ചടികളുമായി ഹിസ്ബുള്ളയും പ്രതിരോധം തീർക്കുന്നുണ്ട്. ലബനാനിൽ കരയാക്രമണത്തിന്റെ 2ാം ദിവസം ഹിസ്ബുള്ള 14 ഇസ്രായേൽ സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. ആദ്യ ദിനം മുതൽ ഇസ്രായേലിന് കടുത്ത ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. ഗറില്ല യുദ്ധതന്ത്രമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് മേൽ പ്രയോഗിച്ചു വരുന്നത്. ആദ്യ ഗ്രൂപ്പ് കമാൻഡറുടെ മരണം സ്ഥിരീകരിച്ച ഇസ്രായേൽ പിന്നീട് 7 സൈനികർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ 14 സൈനികർ കൊല്ലപ്പെട്ടതായി സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു. തെക്കൻ ലബനാനിലെ കെട്ടിടത്തിൽ വിശ്രമിക്കുകയായിരുന്ന ഇസ്രായേൽ കമാൻഡ് ഗ്രൂപ്പിനെ ഹിസ്ബുള്ള പോരാളികൾ വളഞ്ഞ് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈനിക റേഡിയോ റിപ്പോർട്ട് ചെയ്തത്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഹിസ്ബുള്ള വീണ്ടും കനത്ത ഷെല്ലാക്രമണം നടത്തുകയുണ്ടായി. ഇന്നലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിനിടെയാണ് കനത്ത തിരിച്ചടി ഉണ്ടായത്. അതേസമയം ഇസ്രായേലിൽ നടത്തിയ കനത്ത ആക്രമണം മുന്നറിയിപ്പ് ആക്രമണം മാത്രമാണെന്ന് ഇറാൻ അറിയിക്കുന്നു. ഇതിന് തിരിച്ചടി നൽകിയാൽ അടുത്ത പ്രഹരം കൂടുതൽ പരിക്കേൽപ്പിക്കുന്നതാകുമെന്ന് ഇസ്രായേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മൊസാദ് ആസ്ഥാനവും നെവാത്തിം നെൽസാരിം വ്യോമത്താവളവും മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്നും ഇറാൻ സായുധ സേന ചീഫ് ഓപ്പറേറ്റർ സ്റ്റാഫ് ജനറൽ മുഹമ്മദ് ബഗേരി പറയുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 എന്ന പേരിട്ടായിരുന്നു ഇറാന്റെ മിന്നലാക്രമണം ഉണ്ടായത്. ഇറാൻ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതിരോധമാണ് ആക്രമണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. നിരവധി ഇറാൻ മിസൈലുകൾ വ്യോമതാവളത്തിൽ വീണതായും നാശനഷ്ടങ്ങളില്ലെന്നും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതിനാൽ ഇറാനുമായുള്ള യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായേക്കും. Waytonikah.com, the exclusive Muslim matrimonial site.